നമ്മളിത് മണ്ണാറശാലയിലേക്ക് പോയതാണ് കേട്ടോ. മണ്ണാറശാലയിലേക്ക് പോകാനായിട്ട് ഇഷാനിയും ഇനായി എല്ലാവരും ഒരുങ്ങി ഇറങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മണ്ണാറശാലയിലെത്തി. നമ്മുടെ അവിടുന്ന് മണ്ണാറശാലയിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ മണ്ണാറശാലയിൽ എത്തിയിരിക്കുകയാണ്. മണ്ണാറശാലയിൽ 5:30 തൊട്ട് 12 മണി വരെ ദർശന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ രാവിലെ നമുക്ക് ദർശനം ലഭ്യമാകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 9 മണി 8:50 ആയപ്പോൾ അവിടെ ചെന്നു. 7:30 ഇറങ്ങിയതാണ്. 1.5 മണിക്കൂർ. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് വഴിപാട് വിവരങ്ങളൊക്കെ തന്നെ അവിടെ പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ വഴിപാടിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് വഴിപാട് കഴിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് കൗണ്ടറും പുറത്താണ് അമ്പലത്തിന്. അപ്പോൾ കൗണ്ടറിൽ ചെന്ന് നമ്മൾ പണമടച്ച് രസീത് വാങ്ങി കണ്ട നിറയെ പട്ടികളാണ്. ആ പട്ടികൾ അവിടെ എണ്ണ കുടിക്കുന്നതാണ് കണ്ട. അപ്പോൾ രസീത് എടുത്തിട്ട് നമുക്ക് നൂറും പാലും ആണെങ്കിലോ എന്താണെങ്കിലും അഭിഷേകത്തിനുള്ളതൊക്കെ ആണെങ്കിൽ പുറത്ത് തന്നെ അടുത്തൊരു കൗണ്ടറുണ്ട്, അവിടെ നിന്ന് ലഭ്യമാകും. അവിടെ നിന്ന് നമ്മളത് വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടുപോയി വയ്ക്കാം. അല്ലാത്തവർക്ക് രസീത് അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് രസീതൊക്കെ എഴുതിച്ചിട്ട് വേണം നമുക്ക് നടയിലേക്ക് പോകാൻ. അപ്പോൾ ഇനായൊക്കെ ഇത് എന്താണ് കണ്ടിട്ടൊന്നും എന്തൊക്കെയോ ഒരു മായാലോകത്ത് പോലെ. കാരണം നിറയെ കാടുകളും സർപ്പങ്ങളുടെ പ്രതിമകളും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ധാരാളം പട്ടികളും കിടപ്പുണ്ട് കേട്ടോ. ആ പട്ടികളൊന്നും നമ്മുടെ ദേഹത്തേക്ക് കുരയ്ക്കുകയോ ചാടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇഷാനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഇനായ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എന്താണിങ്ങനെ, ഇതൊക്കെ എന്താണ് കണ്ട. നൂറും പാലും നമ്മൾ കഴിച്ചിട്ട് അവിടുന്ന് അവർ അതിൻ്റെ വഴിപാട് നമുക്ക് പോസ്റ്റ് വഴി അയച്ചു തരും. അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളവിടെ രസീതിൽ നമ്മളവിടെ കൊണ്ടുപോയി നമ്മുടെ പേരും അഡ്രസ്സൊക്കെ എഴുതി കൊടുത്താൽ മതിയാകും. ഇതാ റെക്കോർഡൊക്കെ കണ്ടോ. അത് സംരക്ഷിച്ചിരിക്കുന്നതും വളരെ നന്നായിട്ടാണ് തന്നെയാണ്. ഒരു പ്രകൃതി ഒരുക്കിയ ആ ഒരു ഭംഗിക്ക് യാതൊരു കോട്ടവും ഇല്ലാതെയാണ് ആ കാവ് സംരക്ഷിച്ചു പോരുന്നതും. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ അമ്പലത്തിലേക്ക് കടന്നു. അമ്പലത്തിൽ നന്നായിട്ട് ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ദർശിക്കാൻ പറ്റി. 2ഉം 3ഉം പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയി തൊഴുതു. കുട്ടികൾ ഈ വശങ്ങളിലിരിക്കുന്ന ആ സർപ്പങ്ങളുടെ പ്രതിമകളെയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഉരുളിക്കമ്പലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ചോറൂണ് വഴിപാട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നന്നായിട്ട് തൊഴാനും പറ്റും. ക്യൂ അധികമായിട്ടില്ല. എന്നുവെച്ചാൽ അധികം തിക്കും തിരക്കും ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഒരു ഇടയ്ക്കോട്ട് കയറുമല്ലോ. നമ്മൾ വിശാലമായൊരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അധികമായിട്ട് ക്യൂ നിന്ന് വിഷമിക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ദർശനം ഉണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വഴികളിലൂടെ പോകുമ്പോൾ ഓരോരോ പ്രതിഷ്ഠ ഉണ്ട്. ആ പ്രതിഷ്ഠയൊക്കെ തൊഴാനായിട്ട് പറ്റും. വിനായക്ക് പാമ്പിനെ കാണണം. പാമ്പ് എവിടെയാണ് താമസിക്കുന്നത്, പാമ്പിൻ്റെ വീട് ഏതാ, അങ്ങനെയുള്ള സംശയങ്ങളാണ്. നമ്മളിങ്ങനെ കണ്ട ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് കണ്ട. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതിനകത്താണ് പാമ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയും നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ പാമ്പിൻ്റെ രൂപമൊക്കെ കൊത്തിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട നെക്കട് അതൊക്കെ നിലവറയാണ്. നമ്മൾ നിലവറയിൽ ഒരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യനും പാമ്പിനും എല്ലാവർക്കും നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം ഒരേ അവകാശമാണ് ഭൂമിയിലുള്ളത് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മണ്ണാറശാല. കണ്ട കാവൊക്കെ സംരക്ഷിച്ച് പോന്നിരിക്കുന്നത്. ഇതിൽ ധാരാളം ആമകളുണ്ട്. ധാരാളം വെച്ചാൽ ധാരാളം. കാരണം ആർക്കും അവിടുന്ന് പിടിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഒരു ദിവസം ഇതുകൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ദർശനവും കിട്ടും. കൂടാതെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഒരു കൗതുകമായിരിക്കും. ഇപ്പോഴൊരു ടൗൺ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ കണ്ട അന്തിച്ച് നിന്ന് പോവും. ആമകളെ കാണാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പുതുമയാണ് കുഞ്ഞുങ്ങൾക്ക്. കണ്ടോ, ഇതാണ് ആമക്കുളം. ആമക്കുളത്തിൽ ആമയെ പിടിക്കാനോ അതിനകത്തുനിന്നുള്ള മത്സ്യങ്ങളെ പിടിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നിന്ന് കാണാൻ പറ്റും. ധാരാളമായിട്ട് നടന്ന് കാണാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ മണ്ണാറശാല. ധാരാളം കാവുകളും അതുപോലെ ചെറിയ ചെറിയ പുറ്റുകളും ഒക്കെ നമുക്കിങ്ങനെ
കണ്ട് ഭഗവാനെയൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. അതായത് ആമക്കുളത്തിൻ്റെ അവിടെയാണ് ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു. വീണ്ടും ഇതൊരു അട്ടയാണ് കേട്ടോ. ഇത്രയും വലിയ തേരട്ടയെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടോ, പട്ടി വന്ന് വെള്ളം കുടിക്കുകയാണ്. അവിടെ തന്നെയാണ് നമ്മൾ കാല് കഴുകുന്നത്. നമ്മൾ ഈ പട്ടികളൊന്നും നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. അതുങ്ങളുടെ രീതിക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ രീതിക്കും പോകുന്നു. അതാണ് വ്യത്യാസം. എന്തായാലും നമ്മൾ കാലൊക്കെ കഴുകുകയാണ് അവിടെ നിന്ന്. പിന്നെ നമ്മൾ അറിയാലോ, ടോയ്സ് ഇതൊക്കെ വാങ്ങാനായിട്ട് പോയി. കോട്ടൺ ക്യാൻഡി അപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇനായ ആദ്യമായിട്ടാണ് കോട്ടൺ ക്യാൻഡി കഴിക്കുന്നത്. അപ്പോൾ ഇനായക്ക് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് അവരുടെ അച്ഛൻ്റെ അച്ചാച്ചി അങ്ങോട്ടേക്ക് അവരെ അത് മേടിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ മേടിക്കാൻ പോവാണ് കേട്ടോ. ധാരാളം കടകളുണ്ട്. കണ്ണ് പൊത്തിപ്പിടിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അവരെല്ലാം അതൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. കണ്ട ധാരാളം കടകളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നാൽ നമുക്ക് എന്തായാലും പൈസ കിട്ടും. അവിടെ ഇരുന്നുണ്ട് കോട്ടൺ ക്യാൻഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിനകത്ത്. നമുക്ക് അമ്പലപ്പുഴയിൽ പോകണം. അമ്പലപ്പുഴ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ്. നമ്മൾ എടത്വ വഴിയാണ് പോയത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, നിറയെ പാടങ്ങളൊക്കെ കാണുമെങ്കിൽ എടത്വ വഴി പോകണം. നല്ല റോഡുമാണ്. എടത്വ വഴി വന്ന് നമുക്ക് അമ്പലപ്പുഴയിൽ കൂടി ദർശനം കിട്ടിയിട്ട് വേണം പോവാൻ. നമ്മൾ നട അടയ്ക്കില്ലെന്നാണ് നമ്മുടെ ഒരു കരുതൽ. നട അടയ്ക്കില്ലായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത് കണ്ടോ, മനോഹരമായ പാടങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എടത്വ പ്രദേശമാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമൻറ്റ്. ഓക്കെ, താങ്ക് യു.